പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ് സൂപ്പർ താരമായ റോമൻ റീൻസിനോട് അനുബന്ധിച്ച് ഒരു വീഡിയോ നമുക്കിപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. കുറച്ച് ദിവസങ്ങൾ പഴക്കമുള്ള വീഡിയോ ആണ്. കൃത്യമായി പറയുകയാണെങ്കിൽ റോമൻ റീൻസിൻ്റെ അച്ഛൻ WWE ഹോൾ ഓഫ് ഫെയിമറും കൂടിയായ സിക്ക അനോയ് മരണപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തിൻ്റെ മരണാനന്തര ചടങ്ങുകളിൽ നിന്നുള്ള റോമൻ റീൻസിൻ്റെതായ കുറച്ച് പോർഷൻസ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതാണ് ഞാൻ ഈ വീഡിയോയുടെ കൂടെ കൂട്ടിച്ചേർക്കുന്നത്. അതിൽ നിന്ന് റോമൻ റീൻസിൻ്റെ നിലവിലെ ഗെറ്റപ്പ് മൊത്തത്തിൽ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ റോമൻ റീൻസിൻ്റെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ആ സമോവൻ ഫാമിലിയിൽ അവർ മരണാനന്തര ചടങ്ങുകളിൽ എങ്ങനെയാണ് കാര്യങ്ങളെ ഡീൽ ചെയ്യുന്നത് എന്നുള്ളതും നിങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. റോമൻ റീൻസ് ഡാൻസ് കളിക്കുന്ന ഒരു വീഡിയോ നിങ്ങൾ പല കൂട്ടുകാരെയും കണ്ടിട്ടുണ്ടാകും. അപ്പോൾ പലർക്കും സംശയമുണ്ടായിരുന്നു, അച്ഛൻ മരണപ്പെട്ടതിന് ശേഷം ആ ചടങ്ങിൽ റോമൻ റീൻസ് ഒക്കെ വന്നിട്ട് എന്തിനാണ് ഡാൻസ് കളിക്കുന്നത് എന്നുള്ളത്. അത് അവരുടെ സമോവൻ ചടങ്ങുകളിൽ അവർ ഫോളോ ചെയ്തു വരുന്ന ചില ചട്ടങ്ങളായിരിക്കാം. അതായിരിക്കാം റോമൻ റീൻസിൻ്റെ ആ ഒരു ഡാൻസൊക്കെ നമുക്ക് കാണാൻ സാധിച്ചത്. അത്തരത്തിലുള്ള ഒരു വീഡിയോ ആണ് ഇപ്പോൾ പങ്കുവെക്കുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിലെ മരണാനന്തര ചടങ്ങുകളും അവരുടെ നാട്ടിലെ സമോവൻ ഫാമിലിയിലെ മരണാനന്തര ചടങ്ങുകളും തമ്മിൽ വലിയ വ്യത്യാസങ്ങളുണ്ട് എന്നുള്ളതും നിങ്ങൾ മനസ്സിലാക്കുക. അവരുടെ ആ ഒരു രീതിയെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുകയും വേണം. രണ്ടാമത്തെ അപ്ഡേറ്റ് WWE ഇന്ന് നടത്തിയ ജപ്പാനിൽ വെച്ചിട്ടുള്ള ഒരു സൂപ്പർ ഷോ എന്ന ലൈവ് ഇവൻറ്റിനെ സംബന്ധിച്ചാണ്. ഈ ലൈവ് ഇവൻറ്റിൻ്റെ മെയിൻ ഇവൻറ്റിൽ ഒരു ട്രിപ്പിൾ ത്രെറ്റ് മത്സരമാണ് നടന്നിട്ടുണ്ടായിരുന്നത്. നിലവിലെ അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യനായ കോഡി റോഡ്സ്, AJ സ്റ്റൈൽസ്, ഷിൻസ്കെ നാക്കമോറ തുടങ്ങിയവർക്കെതിരെയാണ് ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്തത്. AJ സ്റ്റൈൽസും ഷിൻസ്കെ നാക്കമോറയും നിലവിൽ മെയിൻ റോസ്റ്ററിൽ ആക്റ്റീവ് അല്ല. കോഡി റോഡ്സിനെതിരെ ഈ രണ്ട് താരങ്ങളും മത്സരിക്കാൻ വരുമ്പോൾ ഒരു ടൈറ്റിൽ ചേഞ്ച് എന്തായാലും നടക്കാൻ പോകുന്നില്ല എന്നുള്ളത് 100% മുകളിൽ നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. അതിലുപരി ഈ ഒരു ട്രിപ്പിൾ ത്രെറ്റ് മത്സരം എന്ന് പറയുന്നത് എല്ലാവരെയും സംബന്ധിച്ച് അതൊരു ഡ്രീം മാച്ചാണ്. കാരണം ഷിൻസ്കെ നാക്കമോറയും AJ സ്റ്റൈൽസും അത് ജപ്പാനിലെ ആരാധകർക്ക് പുതുമുഖ റെസ്ലേഴ്സ് അല്ല. അവർ ജാപ്പനീസ് റെസ്ലിംഗ് ആരാധകർക്കിടയിൽ തന്നെ വലിയൊരു ആരാധക കൂട്ടത്തെ സൃഷ്ടിച്ചെടുത്തിട്ടുള്ള അവിടുത്തെ തന്നെ ഒരു ഗോട്ട് ലെവലിലുള്ള ഒരു റെസ്ലേഴ്സ് ആയിരുന്നു. അപ്പോൾ ഇവർ തിരികെ ഈ ഒരു ടൈറ്റിൽ പിക്ചറിൽ മെയിൻ ഇവൻറ്റിൽ കളിക്കുമ്പോൾ അത് കാണാൻ വരുന്ന ആളുകൾക്ക് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഷിൻസ്കെ നാക്കമോറ, AJ സ്റ്റൈൽസ് തുടങ്ങിയവരുടെ ആ ഒരു റിംഗ് ഗിയർ നമുക്ക് ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലാകും. ഈ ജപ്പാൻ ടൂറിൽ അവർക്ക് പ്രാധാന്യം കൂടുതൽ കൊടുക്കുന്നുണ്ട് എന്നുള്ളത്. AJ സ്റ്റൈൽസ് ഒരു പുതിയ മാസ്ക് ധരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിച്ചു. ഷിൻസ്കെ നാക്കമോറയുടെ റിംഗ് ഗിയർ ഒരു വ്യത്യസ്തമാർന്ന ഒരു റിംഗ് ഗിയർ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. എന്നാലും കോഡി റോഡ്സിന് ടൈറ്റിൽ റിട്ടേൺ ചെയ്യാൻ സാധിച്ചു. കൂടാതെ മറ്റ് സർപ്രൈസുകളും ഈ ഒരു ജാപ്പനീസ് റെസ്ലിംഗ് ഷോയിൽ നടന്നിട്ടുണ്ട്. അത് ഞാൻ അടുത്ത ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കാം. അവസാനത്തെ അപ്ഡേറ്റ് CM പങ്ക് എന്ന് പറയുന്ന സൂപ്പർ താരത്തെ സംബന്ധിച്ചാണ്. കഴിഞ്ഞ വർഷം WWE CM പങ്ക് തിരികെ വന്നത് ഒരു ചെറിയ ഡീൽ സൈൻ ചെയ്തിട്ട് മാത്രമാണെന്നും ആ ഒരു ഡീൽ അവസാനിക്കാൻ പോകുകയാണെന്നുമാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. CM പങ്ക് ഈ ഒരു കോൺട്രാക്റ്റ് പുതുക്കുമെന്നുള്ളത് 100% ഉറപ്പാണ്. കൂടാതെ CM പങ്ക് ഇനി തുടർന്നുള്ള അദ്ദേഹത്തിൻ്റെ കരിയർ അത് WWE തന്നെ നിന്നുകൊണ്ട് അദ്ദേഹം അവസാനിപ്പിക്കുമെന്നുള്ള ഒരു രീതിയിലുള്ള ഒരു വാർത്തകളുമാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്നത്. CM പങ്കിൻ്റെ ഒരു സ്റ്റാൻഡ് എന്ന് പറയുന്നത് WWE തുടർന്ന് പോകുക എന്നുള്ളത് മാത്രമാണ്. കൂടാതെ CM പങ്കിന് ഇപ്പോൾ പഴയ പോലെ ബാക്ക് സ്റ്റേജിലോ ഓൺ സ്ക്രീനിലോ അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ CM പങ്കിന് ഇനി WWE ഡീൽ ഒരു പുതിയ കോൺട്രാക്റ്റൊക്കെ സൈൻ ചെയ്ത് ഒരു ലോങ് ടേം ഡീലൊക്കെ സൈൻ ചെയ്ത് മുന്നോട്ട് പോകുക എന്ന് പറയുന്നത് അത് രണ്ടാമത് ആലോചിക്കേണ്ട ഒരു കാര്യമായിട്ട് തോന്നുന്നതേ ഇല്ല. CM പങ്കിന് നിലവിൽ ലഭിക്കുന്ന ആ ഒരു പരിഗണന, CM പങ്ക് എന്ന സൂപ്പർ താരത്തിനുള്ള ആ ഒരു വാല്യൂ, ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ CM പങ്ക് ഇനി വർഷങ്ങളോളം WWE ആക്റ്റീവ് ആയിരിക്കുമെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. എന്തായാലും ഒരു ഷോർട്ട് ഡീലായിരുന്നു നിലവിൽ സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് അവസാനിക്കാൻ പോകുകയാണെന്നാണ് അറിയാൻ സാധിക്കുന്നത്. വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.